ഈ തവണത്തെ മഹാചണ്ടാള ജയന്തി കഴിഞ്ഞിട്ടുള്ള മുകിലുകൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ഒത്തിരി ട്രോളുകളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും തെറ്റായ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒരു തമാശയായിട്ടാണ് കണ്ടത്. കാരണം അത് കുറെ കാലമായിട്ട് നടക്കുന്നതല്ല. വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കുറെ പുതിയ ആളുകൾ അവതരിപ്പിക്കുന്നു മാത്രമേ തോന്നിയുള്ളൂ. പക്ഷെ എന്നിരുന്നാലും കൂടെ ഉള്ള കുറെ സാധുക്കളുണ്ട്. അവരൊക്കെ ചിലപ്പോൾ അനുഗ്രഹം വാങ്ങാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും നൽകാനോ ഒക്കെ ആയിട്ട് വന്ന സമയത്തൊക്കെ അവരൊക്കെ അതിൽ ഉൾപ്പെട്ട് അവരെയൊക്കെ ആക്ഷേപിക്കപ്പെടുമ്പോൾ അവർക്ക് വിഷമാവുകയും അവരത് ആശ്രമത്തിൽ വിളിച്ച് പറയുക. പിന്നെ അതുപോലെ തന്നെ ചില തരത്തിൽ ആക്ഷേപമായിട്ട് നിരന്തരം കോളുകൾ വരിക. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്തരം സാധുക്കളുടെ വിഷയത്തിൽ നമുക്ക് വിഷമായിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നമ്മൾ ട്രോളുകളെയും മറ്റുള്ളതൊക്കെ ആസ്വദിക്കുകയാണ് ചെയ്തത്. അതൊക്കെ ഒരു പ്രകൃതിയുടെ നിശ്ചയമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ടാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും നമ്മളിതിനെയൊക്കെ ആ രീതിയിലാണ് കാണുന്നത്. പക്ഷെ എന്നാൽ പോലും ചുറ്റുമുള്ള ആളുകളുടെ വിഷമം കണ്ട സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു 2 വരി ഇങ്ങനെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു. അത് മഹാത്മാ അയ്യങ്കാളി യജമാനൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, വില്ലുവണ്ടി സമരം നടത്തിയത് നമുക്കറിയാൻ പറ്റും. വില്ലുവണ്ടി സമരം നടത്തുന്ന സമയത്ത് വഴി നടക്കാൻ അനുവാദമുള്ള സമയമാണ്. രാജഭരണമുള്ള കാലഘട്ടത്തിൽ അവിടുത്തെ ആ രാജഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള സർക്കാർ എല്ലാ ആളുകൾക്കും ഈ നടവഴി ഉപയോഗിച്ചോളാൻ പറഞ്ഞ സമയത്ത് ചില പ്രമാണികർ മാത്രം, ചില ആളുകൾ മാത്രം ഇത് സമ്മതിക്കില്ല. അവര് അടിക്കാനും ഇടിക്കാനൊക്കെ വരും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇതൊന്നൊരു സമുദായത്തിന്റെ മൊത്തത്തിൽ ആക്ഷേപിക്കപ്പെടേണ്ട വിഷയമൊന്നുമല്ല എന്നാണ് നമ്മുടെ പേഴ്സണലായിട്ട് അഭിപ്രായം. കാരണം ഈ വഴി തടയാന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സമരം ചെയ്യണ്ട, അങ്ങനെയല്ല. ചില ആളുകൾക്ക് മാത്രമാണ് എല്ലാ കാലത്തും ഇതിലൊക്കെ പ്രശ്നം. അത് വെറും സമുദായം മാത്രമല്ല, സമുദായത്തെക്കാൾ അപ്പുറം അജ്ഞാനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അറിവില്ലായ്മ ഇത് എല്ലാ വിഭാഗത്തിലും ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തില് അറിവില്ലാത്ത ആളുകള് അറിവുണ്ടെന്ന് ഇപ്പൊ ചിന്താപദ്ധതി, എന്താ പറയാ, യുവത്വം, പുരോഗമനമൊക്കെ പറഞ്ഞ ആളുകളും വലിയ അറിവ് പറയുമ്പോൾ അവർക്ക് എത്രത്തോളം അറിവുണ്ടേ എന്നുള്ളത് നമ്മളെയൊക്കെ വീണ്ടും വീണ്ടും വിചാരം ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ നടന്ന മഹാചണ്ടാള ജയന്തിയുടെ നമ്മുടേതായിരിക്കുന്ന ഞങ്ങളുടെ ട്രഡീഷണലി ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിന്റെ സമരഭാഗങ്ങൾ, പിന്നെ കൂടാതെയുള്ള തോറ്റങ്ങളൊക്കെ കാണുമ്പോൾ അതിനെയൊക്കെ ആക്ഷേപിക്കുക, അതിനെയൊക്കെ മറ്റൊരു വികലമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ ഇവരൊക്കെ എത്രത്തോളം വിദ്യാസമ്പന്നരാണെന്ന് ചിന്തിച്ചു പോകും. അത് ആ കാലഘട്ടത്തിൽ അയ്യങ്കാളി അപ്പൂപ്പന്റെ ആ ഒരു വില്ലുവണ്ടി തടഞ്ഞ പോലെയും അതുപോലെ തന്നെ പഞ്ചമിയെ കൊണ്ട് സ്കൂളിലേക്ക് സ്കൂളിനെ ചുട്ടിരിക്കുന്ന അത്തരം ചിന്താ പദ്ധതി പോലെ തന്നെയാണ് നമുക്ക് തോന്നിയത്. ഇവർക്ക് അറിയാത്തത് ഇവർക്ക് ഉൾക്കൊള്ളാൻ വയ്യ. ഇവരെ ഉദ്ദേശിച്ചത് മറ്റു മതങ്ങളിൽ എന്നത് കാണിക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല, കാണിക്കണം എന്നല്ല പറഞ്ഞത്. കാരണം അതൊക്കെ വിദ്വേഷങ്ങളും വർഗീയതയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഭരണഘടന എല്ലാവർക്കും മതസ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. വേണ്ടവർ വിശ്വസിച്ചാൽ മതി, അല്ലാത്തവരെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് തോന്നിയ 2 വരികളാണ് നമ്മുടേതായ രീതിയിൽ നമുക്കിന് തോന്നുന്നത്. വില്ലുവണ്ടി ഉരുണ്ടു നീങ്ങിയ മണ്ണിതിൽ വെന്തുരുകും തീയിലിട്ടെന്നെ ചുട്ടാലും തിരിയുകില്ല, പിന്തിരിയുകില്ല, എന്നെ പെറ്റ നാടാണ് മക്കളെ. പിറന്ന നാടിനും മക്കൾക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണീ ജന്മം. വിറയുകില്ല, തളരുകില്ല, ലക്ഷ്യത്തിലെത്തും വരേക്കും. വില്ലുവണ്ടി ഉരുണ്ടു നീങ്ങിയ മണ്ണിതിൽ വെന്തുരുകും തീയിലിട്ടെന്നെ ചുട്ടാലും തിരിയുകില്ല, പിന്തിരിയുകില്ല, എന്നെ പെറ്റ നാടാണു മക്കളെ. പിറന്ന നാടിനും മക്കൾക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണീ ജന്മം. നാളെ തൻ പുലരി നിങ്ങൾക്കായി തന്നെ വിട പറയൂ ഈ ജന്മം. വേണ്ടി വന്നാൽ ഇനിയും അതിനൊരു വില്ലുവണ്ടി ഓട്ടിടും. വേണ്ടി വന്നാൽ ഇനിയും അതിനൊരു വില്ലുവണ്ടികളോട്ടിടും. വില്ലുവണ്ടി ഉരുണ്ടു നീങ്ങിയ മണ്ണിതിൽ വെന്തുരുകും തീയിലിട്ടെന്നെ ചുട്ടാലും നാളെ തൻ പുലരി നിങ്ങൾക്കായി തന്നെ വിട പറയൂ ഈ ജന്മം.
വേണ്ടി വന്നാൽ ഇനിയും അതിനൊരു വില്ലുവണ്ടി ഓട്ടിടും. വേണ്ടി വന്നാൽ ഇനിയും അതിനൊരു വില്ലുവണ്ടികളോട്ടിടും. ഇവിടെ അയ്യങ്കാളി അപ്പൂപ്പൻ അന്ന് വില്ലുവണ്ടി ഓടിച്ചത് വഴി നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിവിടെ ഈ ഒരു വരികൾ അവസാനിപ്പിക്കുമ്പോൾ വില്ലുവണ്ടി എന്ന് പറയുന്നത് ഇവിടെ നീതിയുടെയും ധർമ്മത്തിന്റെയും നിയമത്തിന്റെയും ധർമ്മവില്ലുകൾ കുലച്ച വണ്ടികൾ തന്നെയാണ്. അത് വണ്ടിയുമാണ്, കൂടാതെ വണ്ടികളുമാണ്. അപ്പോൾ ഈ ഒരു വരികൾ എഴുതി കഴിഞ്ഞ സമയത്ത് വലിയ സന്തോഷം എനിക്ക് ഉണ്ടായെന്താ വെച്ചാൽ, അപ്രതീക്ഷിതമായിട്ട് ഒരു കോള് വരികയാണ് ആശ്രമത്തിക്ക്. അത് മറ്റാരുമല്ല, അയ്യങ്കാളി അപ്പൂപ്പന്റെ തലമുറയിൽപ്പെട്ട ഒരു കൊച്ചുമകനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വിളിച്ചത്. അദ്ദേഹം നമ്മളെ സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തോട് സംസാരിച്ചു. കുറെ നേരം ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ സമൂഹങ്ങളുടെ, ഇത്തരം സമൂഹങ്ങളുടെ രാഷ്ട്രീയ അടിമത്തത്തെക്കുറിച്ച് സംസാരിച്ചു. കൂടാതെ അവര് നമ്മളെ ഇപ്പോഴാണ് കാണുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം, നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു, ബാബാജിയെ തീർച്ചയായിട്ടും ഞങ്ങൾ വെങ്ങാനൂരിലേക്ക് ഞാൻ കൊണ്ടുപോകും, ബാബാജി വരില്ലേ ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ ജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പോയിട്ടുണ്ട്, കുറേ മുന്നേ നമ്മൾ പോയിട്ടുണ്ട്, അയ്യങ്കാളി യജമാന്റെ സ്മാരകത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൂപ്പന്റെ ആ മണ്ണിലേക്ക് ആ തലമുറയിൽപ്പെട്ട ഒരു വ്യക്തി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത് ശശിധരൻ സാറിനെയൊക്കെ നമുക്ക് നേരിട്ട് അറിയുന്നതാണ്. അയ്യങ്കാളി അപ്പൂപ്പന്റെ കൊച്ചുമകനാണ്. അതിനുശേഷം അതിൽ നിന്നും വരുന്ന ജനറേഷൻ, പുതിയ ജനറേഷനിലെ ഒരു വ്യക്തി നമ്മളെ വിളിക്കുമ്പോൾ, ഇത് ഞങ്ങൾ എന്തായാലും വിളിക്കും, കൊണ്ടുപോകും, വരണം എന്ന് പറയുമ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പോൾ ഈ എഴുതിയ വരികളും തുടർന്ന് ഇവരുടെ ക്ഷണവും ഇവർ പറയുകയും ചെയ്തു, കാവും പതികളും ഉയരണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിയില്ല, അത് പറഞ്ഞു തരാനൊരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാവരും ചിലപ്പോൾ ഈ പാണിനെ യോജിച്ചോളുന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഒത്തിരി ആളുകൾ സ്വന്തം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിയാതെ, കാവും പതിയും അറിയാതെ വ്യവസ്ഥാപിതം ഒരുക്കുന്ന ഒരു ബ്രാഹ്മണി കൾട്ടിലോ അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ബദലായിട്ട് നമുക്ക് നമ്മുടെ സംസ്കൃതി നിലനിർത്താൻ വേണ്ടി അങ്ങ് നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയുമുണ്ട്, കൂടെ ഉണ്ടാകും. വെങ്ങാനൂർ എന്തായാലും വരണം എന്ന് പറഞ്ഞു. കൂടാതെ ഒരുമിച്ച് പറഞ്ഞു, തീർച്ചയായിട്ടും ഒരുമിച്ച് ഞങ്ങൾ കൂട്ടായിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും വിളിച്ചാൽ വരും, ഒരു സംശയവും. എന്നിട്ട് അയ്യങ്കാളി അപ്പൂപ്പൻ തുടങ്ങി വെച്ച സമരം എവിടെയാണോ അവിടെ നിന്ന് നമുക്കൊരു ധർമ്മസമരം മുന്നോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് മഹാത്മാ അയ്യങ്കാളി അപ്പൂപ്പൻ എന്താണോ പറഞ്ഞു വെച്ച ആ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവസാനത്തിൽ നമുക്ക് മഹാനായ അംബേദ്കർ വിഭാവനം ചെയ്ത എന്താണോ യഥാർത്ഥ അധികാരം, ആ അധികാരത്തിലേക്ക് നമ്മുടെ പങ്കാളിത്തം, നമ്മുടെ ആളുകളുടെ നേതാക്കളിൽ നിന്ന് എത്തിച്ച് നമുക്ക് പരിപൂർണമായിട്ടും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കുക. അവകാശത്തിൽ ഒന്നാണ് നമ്മളുടെയൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അപ്പോൾ യുവതലമുറ നിങ്ങളെ യുവത്വം കൊണ്ടും അറിവ് കൊണ്ടും പറയുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്നതാണ് ഇല്ലേ. ഇപ്പൊ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ചരിത്രപരമായിട്ട് ഓരോ സമൂഹത്തിന്റെയും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അതിന്റെ ഭാഗമാണ്. വസ്തുക്കളെ നമ്മൾ മ്യൂസിയത്തിൽ എടുത്തു വെക്കുമ്പോൾ സംസ്കാരത്തെ നമ്മൾ ചില ദിവസങ്ങളിൽ, ചില നിമിഷങ്ങളിലൊക്കെ സ്മരിക്കുകയാണ് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഈ സംസ്കാരം സ്മരിക്കുന്ന ഒരു ദിവസമായി ഡിസംബർ 4 നമ്മൾ ആശ്രമം വിഭാവനം ചെയ്തു പോകുന്നത്. അതിനെ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ആ എന്താ പറയാ വിദ്യ അല്ലെങ്കിൽ അറിവ് പരിപൂർണമാണെന്ന രീതിയിലേക്ക് വന്നാൽ എല്ലാവർക്കും നല്ല. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ പോകാം. വിമർശനങ്ങളെ എന്നും നമ്മൾ സ്വാഗതം ചെയ്യുന്നേ ഉള്ളൂ. ആക്ഷേപങ്ങളും കുഴപ്പമൊന്നും പക്ഷെ ഇല്ല. കഥകൾ പറയുമ്പോൾ നമ്മളൊരു ധർമ്മസമരത്തിന്റെ കടക്കിൽ കത്തി വെക്കുകയാണ്. ആ കത്തികൾ ഒരുപാട് ഉയർന്നിട്ടുണ്ട്, ഒരുപാട് എന്താ പറയാ മസിൽ പരിപ്പിച്ച കൈകൾ കൊണ്ട് തടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ തകർത്ത് മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ജനത മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാവരോടും നമുക്ക് വളർന്നൊന്നും ജാതീയ പ്രശ്നമല്ല, അജ്ഞാനമാണ്. ജ്ഞാനം ഉണ്ടെന്ന് പറയുന്നവരുടെ അജ്ഞാനം പണ്ടുണ്ട്, ഇന്നുണ്ട്, അതിന് തെളിവാണ്. അവരോട് എന്നേ പറയാനുള്ളൂ, വില്ലുവണ്ടി ഉരുണ്ടു നീങ്ങിയ മണ്ണിതിൽ വെന്തുരുകും തീയിലിട്ടെന്നെ ചുട്ടാലും തിരിയുകില്ല പിന്തിരിയുകില്ല എന്നെ പെറ്റ നാടാണ് മക്കളെ. നാളെ തൻ പുലരി നിങ്ങൾക്കായി തന്നെ വിട പറയൂ ഈ ജന്മം. വേണ്ടി വന്നാൽ ഇനിയും അതിനൊരു വില്ലുവണ്ടി ഓട്ടിടും. വേണ്ടി വന്നാൽ ഇനിയും അതിനൊരു വില്ലുവണ്ടികളോട്ടിടും.